പേസ് മേക്കർ ചെയ്യുന്നത് ഒരു മേജർ സർജറി അല്ല. നമ്മളതൊരു മേജർ സർജറി ആയിട്ട് അനസ്തീഷ്യ ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന കുട്ടികളിലാണ്. കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ലോക്കൽ അനസ്തീഷ്യയിലാണ് പേസ് മേക്കർ ചെയ്യുന്നത്. ഈ പേസ് മേക്കർ തന്നെ ഷോക്ക് കൊടുക്കാൻ ശേഷിയുള്ള പേസ് മേക്കറുകളുണ്ട്. അതിന് നമ്മൾ ICD എന്ന് വിളിക്കുന്നത്. മേലത്തറയിൽ പേസ് ചെയ്യാൻ ശേഷിയുള്ള ലീഡ്ലെസ് പേസ് മേക്കറും ഈ വർഷത്തോടെ ഇന്ത്യയിലെത്തും. നമുക്ക് തന്നെ മോണിറ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് അത് മോണിറ്റർ ചെയ്യാനുള്ള ഇത് കൊടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനും പറ്റും. അതാണ് അതിനകത്ത് റിസ്ക്. അതിലോട്ടാണ് വരുന്നത്. അതിനകത്തുള്ള വീട്ടിലെ ഇലക്ട്രിക്കൽ അപ്ലയൻസസിലൊന്നും തൊടുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല. പക്ഷെ പ്രധാനമായിട്ടും എയർപോർട്ടുകളിലൊക്കെ ഉള്ള സ്കാനേഴ്സ് ഉണ്ടല്ലോ, അത് ക്യാൻ പൊട്ടൻഷ്യലി ഈ പേസ് മേക്കറിന്റെ ഫംഗ്ഷനുമായിട്ട് ഇന്റർഫിയർ ചെയ്യാം. ഇപ്പോൾ പേഷ്യന്റ് വല്ലപ്പോഴും ഹാർട്ട് ബീറ്റ് കുറയുന്ന പ്രശ്നമാണെങ്കിൽ പലപ്പോഴും പേസ് മേക്കർ ഇച്ചിരി നേരത്തേക്ക് ഒരു ഇന്റർഫിയറൻസ് വന്നു എന്ന് വിചാരിച്ച പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷേ പേഷ്യന്റ് ലൈഫ് തന്നെ ആ പേസ് മേക്കറിലാണെങ്കിൽ നമുക്കത് കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. കുറെ കൂടെ നമുക്ക് ഡേറ്റ നല്ലതാണ്, പക്ഷേ ടു മച്ച് ഓഫ് ഡേറ്റ പേഷ്യന്റ് ബിക്കം ന്യൂറോട്ടിക്. വരുന്ന നെഞ്ചെടുപ്പിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ പേസ് മേക്കർ ICDക്ക് പറ്റുള്ളൂ, വരാതെ നോക്കാൻ പറ്റില്ല. ഡോക്ടർ, നമ്മളിന്ന് പേസ് മേക്കറിനെ കുറിച്ചാണല്ലോ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പേസ് മേക്കറിനെ കുറിച്ച് ഒരുപാട് ഫെമിലിയർ അല്ലാത്ത ആൾക്കാർ നമ്മുടെ പ്രേക്ഷകരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് എന്താണ് പേസ് മേക്കർ ആൻഡ് ആർക്കാണ് ഇത് യൂസ് ചെയ്യേണ്ടി വരുന്നത്? അതിനെന്തെങ്കിലും ഒരു ഡോക്ടറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഉണ്ടോ, എന്തെങ്കിലും വാർണിംഗ് സൈൻസ് ഉണ്ടോ? നമ്മുടെ ഹൃദയം മറ്റ് അവയവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ തുടർന്ന് 60 മുതൽ 100 തവണ ഒരു മിനിറ്റിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട്, അതായത് തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ്. ഈ 60 മുതൽ 100 വരെ റെസ്റ്റിലിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കട്ടിയുള്ളൊരു ജോലി ചെയ്യുമ്പോഴോ ഒരു 150-200 വരെയൊക്കെ പോകാം അഡൾട്ടിൽ. ഞാൻ ആ ഒരു ആവറേജ് റേഞ്ചാണ് പറയുന്നത്. ഈ ഇത്രയും റേറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ തുടിപ്പ് എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ ഉള്ളിലൊരു കറണ്ടാണ്. ഈ കറണ്ട് ഹാർട്ടിനുള്ളിലുണ്ടാവും. അതിനെയാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. ഇത് ഞാൻ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ അല്ല, നമ്മുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പേസ് മേക്കർ ഉണ്ട്. SA നോഡ്, AV നോഡ് എന്നൊക്കെ പറയുന്ന പല ലെവലിൽ. ആ പേസ് മേക്കർ മേലത്തെ അറയിൽ നിന്ന് താഴത്തെ അറയിലേക്ക് പോകാൻ കേബിളുകളും നമ്മുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. മേലത്തറയിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, താഴത്തറയിലേക്കാണ് പോകേണ്ടത്. മേലത്തറ ആദ്യം ചുരുങ്ങും, അതിനുശേഷം താഴത്തറ ചുരുങ്ങും. ഇങ്ങനെ ഒരു ഓർഡർലി ആയിട്ടാണ് മേലെ നിന്ന് അത് വരുന്നത്. ഇതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ എന്ന് പറയുന്നത്, വയറിംഗ് എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് സമയത്ത് കറണ്ട് വരികയും അത് താഴോട്ട് കണ്ടക്ട് ചെയ്ത് താഴോട്ട് വരികയും ചെയ്താൽ മാത്രമേ നമ്മുടെ ഹാർട്ട് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുള്ളൂ. അതാണ് നമ്മുടെ ഹാർട്ട് പമ്പിങ്ങിൻ്റെ ഇലക്ട്രിക് സർക്യൂട്ടാണ്. അതെ. ഇത് ഇപ്പം റെസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു 60 മുതൽ 100 വരെയും, എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ 150-160 വരെയൊക്കെ ഇങ്ങനെ തുടിപ്പ് വരണം. ഈ തുടിപ്പ് കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ, അഥവാ മേലേന്ന് തുടിപ്പ് തുടങ്ങി പക്ഷെ പോകുന്ന വഴിയിൽ കേബിളുകളിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ആവുകയോ ചെയ്താൽ ഹാർട്ട് അതനുസരിച്ച് തുടിക്കില്ല. നമ്മളിപ്പം റെസ്റ്റിലിരിക്കുമ്പോൾ തന്നെ 60-70 വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും കറണ്ട് വരാതിരുന്നാൽ അത് ചിലപ്പോൾ 20-10 പോകും. പേഷ്യൻറ്റിന് പെട്ടെന്ന് ബോധക്ഷയം വരാം. ആവശ്യത്തിന് ഹൃദയം പമ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ രക്തചംക്രമണം നടക്കുകയുള്ളൂ, സർക്കുലേഷൻ നടക്കുകയുള്ളൂ. അത് വരുന്നില്ലെങ്കിൽ പേഷ്യൻ്റ് ബോധം കെട്ട് വീഴാം. സഡനായിട്ട് കാർഡിയാക് അറസ്റ്റ് വരാം. അത് അപൂർവമാണ്, പക്ഷേ എങ്കിൽ പോലും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി വേറൊരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് തുടിപ്പ് റെസ്റ്റിൽ വരുന്നുണ്ടാവും, പക്ഷേ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ റേറ്റ് അങ്ങോട്ട് കൂടുന്നില്ല. അതിന് നമ്മൾ ക്രോണോടോപ്പിക് ഇൻകംപിറ്റൻസ് എന്നാണ് പറയുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ ക്ഷീണം വരിക, റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കുഴപ്പമില്ല. അപ്പം സിങ്കോപ്പി എന്ന് പറയുന്ന ബോധക്കേട്, അല്ലെങ്കിൽ സഡൻ കാർഡിയാക് അറസ്റ്റ് അപൂർവമായിട്ട്, ഇല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ക്ഷീണം വരിക. ഇതാണ് പ്രധാന ലക്ഷണങ്ങളായിട്ട് നമ്മൾ ഈ ഹൃദയത്തുടിപ്പ് കുറയുന്ന അസുഖമുള്ളവർക്ക് വന്നു കണ്ടിട്ടുള്ളത്. ഇത് കറണ്ടിനെ നമ്മൾ വെളിയിൽ നിന്ന് ഒരു ബാറ്ററി വഴി സപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേസ് മേക്കർ എന്ന് പറയുന്നത്. ഹാർട്ടിലുള്ള പേസ് മേക്കറല്ല, അതെ, നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ പേസ് മേക്കറാണ്. അപ്പോൾ ഒബ്വിയസ്ലി അതിന് കറണ്ട് കൊടുക്കാനുള്ള ശേഷി ഉണ്ടാവണം. ആ കറണ്ട് ഹൃദയത്തിൽ എത്തിക്കാനുള്ളൊരു വഴി ഉണ്ടാവണം. നമ്മൾ പുറമേ സ്കിന്നിൻ്റെ അടിയിലാണത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഹാർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ ഒരു വയർ വേണം. അതിനാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. ഇതില്ലാതെ ഡയറക്റ്റ് ഹാർട്ടിലോട്ട് കൊണ്ടുപോകുന്ന ലീഡ് ഇല്ലാത്ത പേസ് മേക്കറുകളുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ നമ്മളിപ്പം വൺസ് സാർ പറഞ്ഞു പേസ് മേക്കർ നമ്മൾ സ്കിന്നിൻ്റെ അടിയിലേക്ക് പ്ലേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ബോഡിക്കകത്ത് വൺസ് നമ്മളിത് പ്ലേസ് ചെയ്താൽ ഇത് ബോഡിക്കകത്ത് ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത്, നമ്മുടെ ഈ ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മളിപ്പം ബാറ്ററി ബോഡിക്ക് അകത്ത് വെക്കുന്നത് പറഞ്ഞാൽ നമുക്ക് വെളിയിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. ഒബ്വിയസ്ലി അത് പ്രാക്ടിക്കൽ അല്ല. അപ്പം സ്കിന്നിൻ്റെ ഉള്ളിൽ അടിയിൽ വെക്കുന്നത് വെളിയിൽ അത് വെച്ചിട്ടുണ്ടെന്ന് കാണാതിരിക്കാനോ അതിൽ അണുബാധയൊന്നും വരാതിരിക്കാനുമാണ്. അപ്പം നമ്മൾ യൂഷ്വലി ഇടതുവശത്ത് ഈ പെക്ടറൽ എന്ന് പറയും, അതായത് ഷോൾഡർ ഇതിൻ്റെ കുറച്ച് താഴെയായിട്ട് അവിടെയായിട്ടൊരു 2-3 സെൻറ്റിമീറ്റർ മുറിവുണ്ടാക്കി അതിൻ്റെ അടിയിലാണ് ബാറ്ററി സ്ഥാപിക്കുക. ആ ബാറ്ററിയിൽ നിന്ന് ഹാർട്ടിലോട്ട് പോകുന്ന കണക്ട് ചെയ്യുന്ന വയർ, അതിനടുത്തുള്ള സബ്ക്ലേവിൻ എന്ന് പറഞ്ഞ വെയിൻ ഉണ്ട്. ആ വെയിൻ വഴിയാണ് ഹാർട്ടിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ഏതറയിലാണോ നമുക്ക് പേസ് മേക്കർ കറണ്ട് എത്തിക്കേണ്ടത്, മേലത്തെ വലതുവശത്തെ മേലത്തെ അറയിലാണെങ്കിൽ വലതുവശത്തെ മേലത്തെ അറയിലേക്ക് മാത്രം വയർ കൊടുക്കുക,
താഴത്തെ റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്ന താഴത്തെ അറയിലേക്കാണെങ്കിൽ അവിടേക്കും വയർ കൊടുക്കുക. ഇത് രണ്ടും കൂടെ കോർഡിനേറ്റ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ് പേഷ്യൻറ്റിനുള്ളതെന്നുണ്ടെങ്കിൽ ഡുവൽ ചേമ്പർ എന്ന് പറയും. മേലത്തെ അറയിലും താഴത്തെ അറയിലും വയർ കണക്ട് ചെയ്യുക. ഇത് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. അപ്പോൾ തൊലിപ്പുറത്തിനടിയിൽ ബാറ്ററി വയ്ക്കുന്നു. ഈ വെയിൻ വഴി 2 വയറുകൾ ഡുവൽ ചേമ്പർ ആണെങ്കിൽ, സിംഗിൾ ചേമ്പർ ആണെങ്കിൽ താഴെത്തറയിലേക്കാണെങ്കിലോ അല്ലെങ്കിൽ മേലത്തറയിലേക്കാണോ ഏതാണോ വേണ്ടത് അതനുസരിച്ച് സിംഗിൾ വയറുകൾ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഹാർട്ടിലേക്ക് നമ്മളത് ഒരു 2 തരം ലീഡുകളുണ്ട് വയർ, സ്ക്രൂവിൻ എന്നും ടൈൻഡ് എന്നും പറയും. ടെക്നിക്കൽസിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഹാർട്ടിൻ്റെ ഉള്ളിലേക്ക് അത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഹാർട്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ കറണ്ട് എത്തിക്കേണ്ടത്. ഈ ബാറ്ററി കറണ്ട് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ബാറ്ററിക്ക് സ്വന്തം കറണ്ട് വരുന്നോ എന്ന് നോക്കി കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. സെൻസിങ് എന്നാണ് പറയുന്നത്. പേസിങ് മാത്രമല്ല, സെൻസിങ് എന്നുമുണ്ട്. അപ്പോൾ സ്വന്തം ഇടിപ്പ് വരുന്നുണ്ട് ബാറ്ററി ചിലവഴിക്കേണ്ട കാര്യമില്ലല്ലോ. എന്ന് മാത്രമല്ല കറക്റ്റ് ടൈമിൽ തന്നെ കറണ്ട് കൊടുക്കേണ്ടത്. സ്വന്തം ഇടിപ്പും നമ്മൾ ബാറ്ററി കൊടുക്കുന്ന കറണ്ട് ഒരുമിച്ച് വന്നാൽ ഹാർട്ട് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഇത് നോക്കാൻ സ്വന്തം ഇടിപ്പ് വരുന്നുണ്ടോ എന്ന് അറിയാനുള്ളൊരു ശേഷിയും ഈ പേസ് മേക്കറിനുണ്ട്. അതും ഈ വയറിലൂടെ തന്നെയാണ്. വയർ സെൻസ് ചെയ്യും, അതേ വയറിൽ കൂടെ തന്നെ കറണ്ട് കൊടുത്ത് പേസ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു പേസ് മേക്കർ വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഒരു കാര്യമുള്ളത്, നമ്മളിപ്പം താഴത്തെ അറയിൽ കറണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഹാർട്ടിൻ്റെ മസിലിനെയാണ് നമ്മളൊരു 40-50 വർഷമായിട്ടുള്ള പേസ് മേക്കറുകൾ വെച്ച് കൊടുക്കുന്നത്. ഇപ്പം നമുക്കതിനെ താഴത്തെ അറയിലേക്ക് നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻ വരുന്ന ലെഫ്റ്റ് ബണ്ടിൽ എന്ന് പറയും. ആ ബണ്ടിലേക്ക് ഡയറക്റ്റ് കറണ്ട് കൊടുക്കാനുള്ള ഓപ്ഷനും ഇപ്പോഴുണ്ട്. അതിനാണ് നമ്മൾ ലെഫ്റ്റ് ബണ്ടിൽ പേസിംഗ് എന്ന് പറയുന്നത്. ഒരു 4-5 വർഷമായി ഇന്ത്യയിലും വളരെ കോമൺലി ചെയ്തു തുടങ്ങുന്നുണ്ട് അത്. അതിന് ഓരോന്നിനും സെലക്റ്റഡ് ഇൻഡിക്കേഷൻസ് ഉണ്ട്. നമ്മൾ അതിലേക്ക് ഡിസ്കഷനിലേക്ക് വരാം. ഓക്കെ സാർ, അപ്പം ഈ സാർ പറഞ്ഞു പേസ് മേക്കറിൽ ബാറ്ററിയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാറ്ററിക്ക് നമ്മൾ യൂഷ്വൽ ബാറ്ററിക്ക് ഒരു ലൈഫ് ടൈം ഉണ്ടല്ലോ. അപ്പോൾ ലൈക്ക് അതേപോലെ തന്നെ ഈ പേസ് മേക്കറിന്റെ ബാറ്ററിക്കും ലൈഫ് ഉണ്ടോ? അത് എത്ര നാൾ കഴിഞ്ഞ് റീപ്ലേസ് ചെയ്യണം? നമ്മൾ ഒരു ആവറേജ് നമ്മൾ 8 മുതൽ 10 വർഷമാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ഇടുന്ന ഒരു പേസ് മേക്കർ ബാറ്ററിയുടെ ലൈഫ്. പക്ഷേ അതിൽ വേരിയേഷൻ വരാം. കാര്യം പേഷ്യൻറ്റിന് അത്രയും കറണ്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൂടുതൽ നിന്നേക്കാം. 10-12 വർഷം നിന്നേക്കാം. കറണ്ട് കൂടുതൽ എടുക്കുകയാണ്, ഇപ്പം നമ്മൾ കൊടുക്കേണ്ടുന്ന കൂടുതൽ കറണ്ട് ആവശ്യമുള്ളൊരു സാഹചര്യം പേഷ്യൻറ്റിനുണ്ടെങ്കിൽ ചിലപ്പോൾ 5-6 വർഷം കൊണ്ട് ആ ബാറ്ററി തീരാം. പക്ഷെ ഓരോ വർഷം കഴിയും തോറും ബാറ്ററി ടെക്നോളജി മെച്ചപ്പെടുന്നതിനനുസരിച്ച് പേഷ്യന്റിന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? പേഷ്യൻ്റ് അല്ല, നമ്മൾ ഓരോ ഫോളോ അപ്പിന് വരുമ്പോഴും ഈ കറണ്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അതായത് അത് ഓപ്പറേഷൻ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ റേഡിയോ ഫ്രീക്വൻസി എനർജി, അതായത് നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ ഇത് സെൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രോഗ്രാമർ എന്ന് പറയും, ഇൻട്രോഗേറ്റർ, പ്രോഗ്രാമർ, അങ്ങനെ പല പേരിൽ വിളിക്കും. ഇത് വെച്ചിട്ട് അതിൽ എത്ര ബാറ്ററി ഇതുവരെ ചിലവായി, ഇതുവരെ എത്ര തവണ പേസ് ചെയ്തു, പേസ് ചെയ്യാതെ സെൻസ് ചെയ്തത് എത്ര, വേറെ എന്തെങ്കിലും താളപ്പിഴകൾ വന്നിട്ടുണ്ടോ, പേസിംഗ് ഫംഗ്ഷനിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടോ, ഇതൊക്കെ ഇൻട്രോഗേറ്ററിന് നമ്മൾ ചെയ്ത് പറയാൻ പറ്റും. നമ്മുടെ സാധാരണ പേസ് മേക്കറുകൾക്ക് നമ്മൾ ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം ഒരു 3 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 4 ആഴ്ച കഴിഞ്ഞ് ഒരു ചെക്കപ്പ് പറയും. 3 മാസം ആകുമ്പോഴൊരു ചെക്കപ്പ് പറയും. പിന്നെ വർഷത്തിലൊരിക്കലൊക്കെയാണ് ചെക്കപ്പ് പറയുക. പക്ഷെ അത് സാധാരണ പേസ് മേക്കറാണ്. പേസ് മേക്കറുകളിൽ തന്നെ അഡീഷണൽ ഫംഗ്ഷൻ ഉള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഷോക്ക് ചെയ്യാൻ ശേഷിയുള്ള, പേസിങ്ങിന് വേണ്ടി മാത്രമല്ലാതെ ടക്കിക്കാർഡിയയ്ക്ക്, വെന്റിക്കുലർ ടക്കിക്കാർഡിയ എന്ന് പറയുന്ന താഴെത്തറയിൽ നിന്ന് വരുന്ന ഗുരുതരമായ ഒരു അസുഖത്തിന് ഈ പേസ് മേക്കർ തന്നെ ഷോക്ക് കൊടുക്കാൻ ശേഷിയുള്ള പേസ് മേക്കറുകളുണ്ട്. അതിന് നമ്മൾ ICD എന്ന് വിളിക്കുന്നത്, കാർഡിയോവേർട്ടഡ് ഡീഫിബ്രിലേറ്റർ. ഇംപ്ലാന്റബിൾ ആണ്, അത് ബോഡിക്കകത്ത് തന്നെ വെക്കുന്നത്. സെയിം പേസ് മേക്കർ തന്നെ, അതിന് കുറച്ചുകൂടി വലിയൊരു ബാറ്ററിയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേസ് മേക്കേഴ്സും നമുക്ക് ഓരോ കണ്ടീഷൻ വൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അതെ, ഡെഫിനറ്റ്ലി. കാര്യം ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഹൃദയമിടിപ്പ് കുറഞ്ഞ സാധാരണ നമ്മൾ ബേസിക് പേസ് മേക്കറുകളാണ്. ഹൃദയമിടിപ്പ് കുറയുമ്പം അത് കറണ്ട് കൊടുക്കുക, ആവശ്യത്തിന് കറണ്ട് ഉള്ളപ്പം മിണ്ടാതിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക, ഇതാണ് അത് ചെയ്യുന്നത്. മറ്റേത് അങ്ങനല്ല. ഹൃദയമിടിപ്പ് കുറയുമ്പോൾ കൊടുക്കാനുള്ള ശേഷിയും അതിനുണ്ട്. അതോടൊപ്പം തന്നെ ഈ താളത്തെറ്റിയിടിക്കുക എന്ന പ്രോബ്ലം ഉള്ളവർക്കാണ് അത് സജസ്റ്റ് ചെയ്യുന്നത്. അത് വരികയാണെങ്കിൽ അതിനെ ആദ്യം പേസ് ചെയ്ത് നോക്കുക. അവർ ഇതിനെയൊക്കെ ഫാസ്റ്ററായിട്ട് പേസ് ചെയ്യും. ഈ വരാൻ പോകുന്ന തുടിപ്പിൻ്റെ വെന്റിക്കുലർ ടക്കിക്കാർഡിയ ആണെങ്കിൽ ഇപ്പോൾ ഒരു 140-150 റേറ്റിലാണെങ്കിൽ പേസ് മേക്കർ അതൊരു 170-150 റേറ്റിൽ പേസ് ചെയ്ത് നോക്കും. അങ്ങനെ ടെർമിനേഷൻ, പേസ് ടെർമിനേഷൻ എന്നാണ് പറയുന്നത്. അത് ചെയ്യാൻ പറ്റുമോ നോക്കും. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഒരു 220-240 റേറ്റിൽ വന്നാൽ ലൈഫ് ത്രെട്ടണിങ് ആണ്, കാർഡിയക് അറസ്റ്റ് വരാം. അങ്ങനെയുള്ളപ്പോൾ പേസ് ചെയ്യാൻ പോലും ഈ ഡിവൈസസ് ശ്രമിക്കത്തില്ല, ഡയറക്റ്റ് ഒരു ഷോക്ക് കൊടുക്കും. നമ്മൾ കാണാറില്ല, കാഷ്വാലിറ്റിയിൽ വന്ന് ഷോക്ക് കൊടുത്ത് നെഞ്ചിടിപ്പം പറ്റി എന്ന് പറയത്തില്ലേ. ഈ പറയുന്ന സിക്കായിട്ടുള്ള പേഷ്യൻസ്, വെന്റിക്കുലർ ടക്കിക്കാർഡിയ വരുന്ന പേഷ്യൻറ്റിന് നമ്മളൊരു ആശുപത്രിയിൽ എത്താനുള്ള സാഹചര്യം പലപ്പോഴും കിട്ടിയെന്ന് വരില്ല. അടുത്തുള്ളൊരു ആശുപത്രിയിൽ ഇപ്പോൾ അരമണിക്കൂറോ 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ എടുത്തേക്കുമല്ലോ നമ്മൾ എത്തിക്കാൻ. ഇത് 3-4 മിനിറ്റ് കൊണ്ട് ഇങ്ങനെയുള്ള രോഗികൾക്ക് ഗുരുതരാവസ്ഥയിലേക്ക് പോകാം. അപ്പോൾ അതാണ് ICDയുടെ ഉപയോഗം. പേഷ്യന്റ് ഫീൽ ചെയ്യും. അല്ല, ഞാൻ ICD ഇല്ലാത്ത സാഹചര്യമാണ് പറയുന്നത്. ഇങ്ങനൊരു നെഞ്ചിടിപ്പ് വരുന്ന ആൾക്ക് ICD വെക്കുകയാണെങ്കിൽ അപ്പോഴും തന്നെ ആ താളം തെറ്റി തുടിപ്പ് തുടങ്ങി ഒരു 15 സെക്കൻഡ് 30 സെക്കൻഡിനുള്ളിൽ തന്നെ മെഷീന് മനസ്സിലാവും ഹാർട്ട് ബീറ്റ് 240 പോകുന്നത്, ഐ ഹാവ് ടു ഡു സംതിങ് എന്നുള്ളത്. അപ്പോൾ പേസ് മേക്കർ അത് സെൻസ് ചെയ്തതിന് ശേഷം അതിനും തിരിച്ചറിയണം. സെൻസിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതാണ്. ആ താളം
തെറ്റി ഇടിച്ചു എന്ന് മെഷീന് മനസ്സിലാവുമ്പോൾ അതൊരു റേറ്റ് അനുസരിച്ച് ഇപ്പോൾ ഒരു 150-200 ഉള്ളെങ്കിൽ പേസ് ചെയ്ത് നോക്കും. 220-250 റേറ്റിലൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഷോക്ക് കൊടുക്കും. പേസ് ചെയ്തിട്ടും, അതായത് ഓവർ ഡ്രൈവ് പേസിംഗ് എന്നാണ് പറയുന്നത്, അതിലും ഈ ഷോക്ക് റിതം കറക്റ്റ് ആയില്ലെങ്കിൽ 150-200 ആണ്, അപ്പോഴും ഷോക്ക് കൊടുക്കുക ചെയ്യുന്നത്. ഇതാണ് ICD. ഇപ്പം നമ്മൾ സാധാരണ പേസ് മേക്കറിനെ കുറിച്ച് പറഞ്ഞു, ഷോക്ക് കൊടുക്കാൻ ശേഷിയുള്ള ICDയെ കുറിച്ച് പറഞ്ഞു. ഇടയ്ക്ക് ഞാൻ നമ്മളൊരു ലെഫ്റ്റ് ബണ്ടിൽ പേസിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. ലെഫ്റ്റ് ബണ്ടിൽ പേസിംഗ് എന്ന് പറഞ്ഞാൽ അതായത് കേബിളിലോട്ട് ഡയറക്റ്റ് കറണ്ട് കൊടുക്കുന്ന പേസ് മേക്കർ. അതിൽ ബാറ്ററി എല്ലാം സെയിം ആണ്. ആ താഴത്തെ അറയിലേക്ക് കൊടുക്കുന്ന ലീഡ് വ്യത്യാസമുണ്ട്. ലീഡ് നമ്മൾ കുറച്ചുകൂടെ പിയേഴ്സ് ചെയ്ത്, ഈ കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന മസിലിൻ്റെ ഉള്ളിലാണ്, ഹാർട്ടിൻ്റെ നടുവിലുള്ള ഭിത്തിയുടെ സെപ്റ്റം എന്ന് പറയും, അതിൻ്റെ ഉള്ളിലാണ് ഈ കറണ്ട് പോകുന്ന കേബിൾ ഉള്ളത്. അതിലേക്ക് പിയേഴ്സ് ചെയ്ത് കണക്ട് ചെയ്ത് വയ്ക്കും. അതാണ് ലെഫ്റ്റ് ബണ്ടിൽ പേസിംഗ് എന്ന് പറയുന്നത്. അതും എല്ലാവർക്കും ആവശ്യമില്ല. അതായത് ഇപ്പോൾ മേലത്തറയിലാണ് അസുഖം ഉള്ളത്, 6 സൈനസ് എന്ന് പറയും, അവർക്ക് നമുക്ക് താഴത്തറയിലല്ലല്ലോ പ്രോബ്ലം, അവർക്ക് ലെഫ്റ്റ് ബണ്ടിൽ പേസിങ് ചെയ്യേണ്ടി വരത്തില്ല. എന്നാൽ താഴത്തറയിലേക്ക്, മേലേന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ താഴത്തറയിൽ എത്തുന്നതിന് മുമ്പ് ബ്ലോക്കായി പോകുന്നവർക്ക് താഴത്തറയിൽ കറണ്ട് എത്തിക്കണം. അതും ഒരു 40% കൂടുതൽ താഴത്തറയിൽ കറണ്ട് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ, ചില അസുഖങ്ങൾക്ക് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും, അത് 100% താഴത്തറയിൽ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് യങ് ഒക്കെ ആണെങ്കിൽ, യങ് പേഴ്സൺസിന് നമ്മളിപ്പം സജസ്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ബണ്ടിൽ പേസിങ് ചെയ്യാനാണ്. താഴത്തറയിൽ കറണ്ട് ഡയറക്റ്റ് കൊടുക്കും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത്, നമ്മൾ കറണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് എത്തിക്കാൻ പറ്റും. നമ്മൾ ECG നോക്കുമ്പോൾ നാരോ ക്യൂആർഎസ് എന്നാണ് പറയുന്നത്. നാരോ ക്യൂആർഎസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് കറണ്ട് എത്തുന്നു എന്നാണ് അതിനർത്ഥം. അങ്ങനെയുള്ളവർക്ക് ഹാർട്ടിൻ്റെ പമ്പിങ്, പേസ് ചെയ്യുന്നവർക്ക് ഒരു 5-8% വരെ ആൾക്കാർക്ക് പേസിങ് കൊണ്ട് തന്നെ ഹാർട്ട് പമ്പിങ് കുറയാനുള്ള സാധ്യതയുണ്ട്. അത് 40% അല്ലെങ്കിൽ 50% കൂടുതൽ വെൻട്രിക്കിൾ പേസ് ചെയ്യേണ്ടി വരുന്നവർക്കാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഒഴിവാക്കാൻ പറ്റും ഈ ലെഫ്റ്റ് ബണ്ടിൽ പേസിങ് ചെയ്യുകയാണെങ്കിൽ. ഒഴിവാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് മിനിമൈസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഹാർട്ട് ഫെയിലിയറിലോട്ട് പോകുന്നതിന്. ഇതല്ലാതെ ഈ ലെഫ്റ്റ് ബണ്ടിൽ പേസിങ് ഹാർട്ട് ഫെയിലിയറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഇതിന് CRT എന്ന് പറഞ്ഞ്, ഇടതുവശത്തെ ഹാർട്ടും വലതുവശത്തെ ഹാർട്ടും ഒരേ സമയം പേസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് CRT. അതാണ് നമ്മൾ അടുത്തതിലോട്ട് പോകുന്നത്. അതും ഒരു പേസ് മേക്കറാണ്, പക്ഷേ അതൊരു പേസ് മേക്കർ തന്നെയാണ്. അല്ലല്ല, അതൊരു പുതിയതെന്ന് പറഞ്ഞുകൂടാ, 10-15 വർഷമായിട്ട് തന്നെയുണ്ട്. പേസ് മേക്കർ ഞാനിപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പം സിംഗിൾ ചേംബർ, മേലത്തറ അല്ലെങ്കിൽ താഴത്തറ, മേലത്തറയും താഴത്തറയും കൂടെ ചേർത്ത് പറയുന്ന ഡുവൽ ചേംബർ കൂടാതെ ഇടതുവശത്തെ, ഇതെല്ലാം വലതുവശത്തെ അറയിലേക്കാണ് നമ്മൾ വെയിൻ വഴി പോകുക. ഇടതുവശത്തെ അറയിൽ കൊറോണറി സൈനസ് എന്ന് പറയുന്നൊരു വെയിൻ എത്തും, നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് അത് ഡ്രെയിൻ ചെയ്യുന്നത്. അതുവഴി ഹാർട്ടിൻ്റെ ഇടതുവശത്ത് പോയി മൂന്നാമതൊരു കേബിൾ വെച്ചിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും പേസ് ചെയ്യുന്നത്. ഇത് ഈ റേറ്റ് കുറഞ്ഞു പോകുന്ന പേഷ്യൻസിനല്ല, പമ്പിങ് കുറവുള്ള പേഷ്യൻസിനാണ്. അവർക്ക് ഹാർട്ടിൻ്റെ വലത് സൈഡും ഇടത് സൈഡും തമ്മിലുള്ള കറണ്ട് വോൾട്ടേജ്, ഹാർട്ട് പലപ്പോഴും വലുതായതുകൊണ്ടും അല്ലെങ്കിൽ കറണ്ട് സ്ലോ ആവുന്നതുകൊണ്ടും ഒരേ സമയം നടക്കാതെ വരും. അതും ഹാർട്ട് ഫെയിലിയറിലോട്ട്, പമ്പിങ് കുറവിലോട്ട് പോകുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണ്. അപ്പോൾ അത് രണ്ടും ഒരേ സമയത്ത് കറണ്ട് എത്തിക്കുന്ന ഒരു അഡീഷണൽ തേർഡ് ലീഡ് ഇതോടെ വയ്ക്കും. ഇതിനെയാണ് ബൈവെൻട്രിക്കുലർ പേസിങ്. ബൈവെൻട്രിക്കിൾ, വലതുവശത്തെ വെൻട്രിക്കിൾ, ഇടതുവശത്തെ വെൻട്രിക്കിൾ. ബൈ എന്ന് പറയുമ്പോൾ രണ്ട് വെൻട്രിക്കിളിലും കറണ്ട് എത്തിക്കുന്നു ഒരേ സമയം. അതിന് നമ്മളൊരു ടെക്നിക്കൽ വേർഡ് CRT എന്നാണ് പറയുന്നത്, കാർഡിയാക് റീസിങ്ക്രണൈസേഷൻ തെറാപ്പി. ഈ കറണ്ട് സ്ലോ ആയി പലയിടത്ത് പോകുന്നതിനെ ഡിസിങ്ക്രണി എന്നാണ് പറയുന്നത്, അതിനെ റീസിങ്ക്രണൈസ്, വീണ്ടും പുനഃക്രമീകരിക്കുന്നു. ഇതാണ് CRT എന്ന് പറയുന്നത്. അതിങ്ങനെ 3 ലീഡുള്ളതാണ്. അപ്പോൾ ഈ 3 ലീഡുള്ള CRT അതൊരു പേസ് മേക്കറാണ്. പക്ഷേ അതിൻ്റെ ഫംഗ്ഷൻ കറണ്ട് കുറയുമ്പോൾ കൊടുക്കുക എന്നുള്ളതല്ല, എല്ലാ കറണ്ടും ഒരേ സമയം ഹാർട്ടിൻ്റെ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ്. ഒരേ സമയം, എന്നാൽ മാത്രമേ ഇഫക്റ്റീവായിട്ട് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു സൈഡ് ചുരുങ്ങും, മറ്റേ സൈഡ് ലേറ്റ് അല്ലേ, അവിടെ എത്തില്ല. അപ്പോൾ ഹാർട്ടിൻ്റെ ഇഫക്റ്റീവ് പമ്പിങ് കുറയും. ഒരേ സമയം എത്തിക്കുമ്പോൾ ഹാർട്ട് ഇഫക്റ്റീവായിട്ട് കൺട്രാക്ട് ചെയ്യും. ഇതിനൊരു ബദലായിട്ടും ഇപ്പം ഈ ലെഫ്റ്റ് ബണ്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് ബദലായിട്ട്. കാര്യം ഇതിനിപ്പം CRTക്ക് ഞാൻ പറഞ്ഞല്ലോ 3 ലീഡുകൾ വേണം, ഇടതുവശത്തും വലതുവശത്തും മേലത്തറയിലും. ലെഫ്റ്റ് ബണ്ടിലിന് 2 ലീഡേ ഉള്ളൂ, മേലത്തെ അറയിലും താഴത്തെ അറയിലും. ആ ലെഫ്റ്റ് ബണ്ടിൽ കറണ്ട് ഫാസ്റ്റായിട്ട് ഡയറക്റ്റ് കേബിളിൽ കൊടുക്കുകയാണെങ്കിൽ CRTയുടെ ഫലം പോലെ തരുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. എല്ലാ പേഷ്യൻസിനും പറ്റത്തില്ല, പക്ഷേ ഒരു സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് ആൾക്കാർക്ക് അത് പറ്റിയേക്കും. ഇനി ഇത് കൂടാതെ CRTയിൽ തന്നെ റൈറ്റ് വെൻട്രിക്കിൾ, അതായത് വലതുവശത്ത് അറിയിലെ ലീഡിന് പകരമായിട്ട് ലെഫ്റ്റ് ബണ്ടിൽ പേസിങ് ഉപയോഗിക്കാറുണ്ട്. അത് ഓരോന്നും ഞാൻ പറഞ്ഞില്ല, എല്ലാ പേസ് മേക്കറും എല്ലാവർക്കും ആവശ്യമില്ല, എല്ലാ പേസ് മേക്കറും എല്ലാവർക്കും ഇടാനും പറ്റില്ല. ഓരോരുത്തരുടെയും ക്ലിനിക്കൽ ഇൻഡിക്കേഷൻ അനുസരിച്ചിട്ടാണ്. ചില പേഷ്യൻസിന് CRT ആയിരിക്കും വേണ്ടത്, ചില പേഷ്യൻസിന് ഡുവൽ ചേംബർ മതിയാവും, ഇനി ഒരു സെറ്റ് ഓഫ് പേഷ്യൻസിന് സിംഗിൾ ചേംബർ മതിയാവും. അത് നമ്മുടെ ആ ക്ലിനിക്കൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഏത് തരം പേസ് മേക്കർ വേണമെന്ന് തീരുമാനിക്കേണ്ടത്. സർ, നമ്മൾ ഈ പേസ് മേക്കർ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് നമ്മൾ പേസ് മേക്കർ വേണം എന്ന് സജസ്റ്റ് ചെയ്യുമ്പോൾ മേ ബി അവർ തിങ്ക് ചെയ്യാം ഇതൊരു ബിഗ് ഓപ്പറേഷൻസ് ആണ്, സോ ഇതൊരു മേജർ സർജറി ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒന്നാണോ, അതൊരു മൈനർ പ്രൊസീജിയർ ആണ്? പേസ് മേക്കർ ചെയ്യുന്നത് ഒരു മേജർ സർജറി അല്ല.
നമ്മളതൊരു മേജർ സർജറി ആയിട്ട് അനസ്തീഷ്യയൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന കുട്ടികളിലാണ്. കാര്യം അവർ ടോളറേറ്റ് ചെയ്യത്തില്ലാത്തതുകൊണ്ട് ഒരു 14-13 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് അനസ്തീഷ്യ കൊടുത്ത് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ അഡൾട്ട്സിൽ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ലോക്കൽ അനസ്തീഷ്യയിലാണ് പേസ് മേക്കർ ചെയ്യുന്നത്. അതായത് ജനറൽ അനസ്തീഷ്യയുടെ ആവശ്യമില്ല, ലോക്കലി മരവിപ്പിച്ചിട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ്. വളരെ പേടിച്ചൊക്കെയുള്ള പേഷ്യൻ്റാണെങ്കിൽ നമ്മളൊരു മൈൽഡ് സെഡേഷൻ കൊടുത്തേക്കും. അല്ലാതെ ജനറൽ അനസ്തീഷ്യയിൽ പോകേണ്ട ഒരു സാഹചര്യം സാധാരണഗതിയിലില്ല. ഒരു 2-3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു മുറിവായിരിക്കും ഉണ്ടാക്കുക. ഷോൾഡറിൻ്റെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുറിവ് ഉണ്ടാക്കിയിട്ട് ബാറ്ററി സ്ഥാപിക്കാനുള്ള ഒരു സ്ഥലം വേണം. അത് ഒരു 2 ഫിംഗർ ഇൻസേർട്ട് ചെയ്യാവുന്ന ഒരു സ്ഥലം മതിയാവും. ഒരു സാധാരണ പേസ് മേക്കറിന് ICDക്ക് അല്പം കൂടി ഒരു മേ ബി ഒരു 3 ഫിംഗേഴ്സ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ വേണ്ടി വരും. അത് അത്രയും ഒരു മുറിവ് ഉണ്ടാക്കേണ്ടതുള്ളൂ. അത് ലോക്കൽ മരവിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. മേജർ സർജറി ആയിട്ട് കൂട്ടിയിട്ടില്ല. പല പേസ് മേക്കറുകൾ നമ്മൾ ഇന്ന് ചെയ്താൽ പേസ് മേക്കറിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ നോർമലി നടക്കുന്നു എന്ന് നോക്കി വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാന്ന് ECG എക്സ്റേ എടുത്ത് ഉറപ്പ് വരുത്തിയാൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2ാമത്തെ ദിവസമോ ഡിസ്ചാർജ് ചെയ്ത് പോകാം. മുറിവ് ഉണങ്ങാൻ ഈ പറഞ്ഞ പോലെ 8 മുതൽ 10 ദിവസം വരെ എടുത്തേക്കാം. ഇനി വേറൊരു ഇപ്പം പുതിയ ഒരു ടെക്നോളജി നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ലീഡ്ലെസ് പേസ് മേക്കർ എന്ന് പറഞ്ഞൊരു പേസ് മേക്കർ എത്തിയിട്ടുണ്ട്. അതിൽ ഈ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് ബാറ്ററി സ്ഥാപിക്കേണ്ട, കാലിലെ വെയിനിലൂടെ തന്നെ ഒരു പേസ് ചെയ്യാനുള്ള ബാറ്ററി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ്, അതിന് അഡീഷണൽ വയറിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ഹാർട്ടിൻ്റെ മസിലിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്നതാണ് ലീഡ്ലെസ് പേസ് മേക്കർ. ഞാൻ നേരത്തെ പറഞ്ഞു ലീഡ് എന്ന് പറയുന്നത് വയറാണ്. ലീഡ്ലെസ് എന്ന് പറഞ്ഞാൽ വയറേ ഇല്ല. ബാറ്ററി അപ്പോൾ സെപ്പറേറ്റ് സ്ഥാപിക്കേണ്ട, ഡയറക്റ്റ് ഹാർട്ടിൻ്റെ ഉള്ളിലെ അറയിൽ ഇത് കൊണ്ടുപോയി ഒരു അനങ്ങാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന ഒരു സ്ഥലത്ത് സ്ഥാപിക്കുന്നതാണ്. ഇപ്പോൾ പുതിയ അതിൻ്റെ തന്നെ 2 തരം വന്നിട്ടുണ്ട്. ഇതിൽ ബാറ്ററി എനോഡ് പോലെ എന്ന് പറഞ്ഞാൽ കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ടെക്നിക്കലി ശരിയാണ്, കറണ്ട് കൊടുക്കാനുള്ള ബാറ്ററിയാണ്. അതിന് ഒരു പ്രോബ്ലം ഇപ്പോൾ കറൻ്റ്ലി ഉള്ളതെന്ന് വെച്ചാൽ, ഒന്ന് ഇത് ഇവർ ബാറ്ററി ക്ലെയിം ചെയ്യുന്നത് ഒരു 12 മുതൽ 15 വർഷം വരെ നിൽക്കും എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ബാറ്ററി റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പേസ് മേക്കറിൽ ലഘുവാണ്. ഈ സ്കിന്നൊന്നും മുറിവ് തുറന്നിട്ട് ബാറ്ററി മാറ്റിയാൽ മതി, വയറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത്. ഇതിനങ്ങനല്ല, ഒരു പുതിയ ഡിവൈസ് വീണ്ടും ഇടണം. ഓരോ തവണയും നമ്മളൊരു 12-14 വർഷം ആകുമ്പോഴേ ഈ ബാറ്ററി തീർന്നു തുടങ്ങിയെന്ന് കണ്ടാൽ നമ്മളൊരു വീണ്ടും വേറെ ഒരു ലീഡ്ലെസ് പേസ് മേക്കർ ഇടണം. അപ്പം മറ്റേത് അവിടെ തന്നെ ഇപ്പോൾ ഉള്ള കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ലീഡ്ലെസ് പേസ് മേക്കർ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്തത് അതിന് ചുറ്റുമായിട്ട് ഇട്ട് പോകണം. അപ്പോൾ വളരെ പ്രായം കുറഞ്ഞ ഒരാൾക്ക് അത് പ്രാക്ടിക്കൽ അല്ലല്ലോ, ഹാർട്ടിനകത്ത് എത്ര ബാറ്ററി ഇടാൻ പറ്റും. അപ്പോൾ പൊതുവേ പ്രായമായവരിൽ അല്ലെങ്കിൽ ഓൾറെഡി ഒരു പേസ് മേക്കർ ഇട്ടിട്ട് ഇൻഫെക്ഷൻ വന്ന് ഇനി നമുക്ക് വീണ്ടും പേസ് മേക്കർ സാധാരണ രീതിയിൽ ഇടുന്നത് റിസ്ക് ആണെന്ന് തോന്നുവാണെങ്കിൽ, മേലെ നിന്നുള്ള വെയിനുകൾ നമ്മൾ ഷോൾഡറിൽ വെക്കുമ്പം താഴോട്ട് വെത്താനുള്ള വെയിനുകൾ അടഞ്ഞു പോയിട്ടുള്ളവർക്ക്, ഇവർക്കൊക്കെയാണ് നമ്മൾ ലീഡ്ലെസ് പേസ് മേക്കർ ഇപ്പോൾ സാധാരണഗതിയിൽ ഇടുന്നത്. പിന്നെ സർജറി ഒഴിവാക്കണം എന്ന് കരുതുന്ന പ്രായമായ 70-75 വയസ്സിനൊക്കെ മേലെയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ഓപ്ഷനാണ്. കാര്യം ഒരു 15 വർഷം ബാറ്ററി പോയ ഒരു തവണയും കൂടെ ചിലപ്പോൾ മാറ്റേണ്ടി വരുള്ളൂ. ഇപ്പോൾ ഒരു ലീഡ്ലെസ് പേസ് മേക്കർ എടുത്ത് മാറ്റാവുന്ന തരത്തിലുള്ളതും വരുന്നുണ്ട്. ഇതിന് വേറൊരു ഡിസഡ്വാൻറ്റേജും ഉണ്ട് ലീഡ്ലെസ് പേസ് മേക്കറിന്. എന്ന് വെച്ചാൽ ഒന്നല്ല, നമുക്ക് ഡിസഡ്വാൻറ്റേജ് പറയാനായിട്ട് ടെക്നോളജി വരുമല്ലേ, കൂടുതൽ ഡിസഡ്വാൻറ്റേജുകൾ ഉണ്ട്, അഡ്വാൻറ്റേജും ഉണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞ അഡ്വാൻറ്റേജ്, ഈ സർജറി ഒഴിവാക്കാം, പേഷ്യൻറ്റിന് മുറിവുകളൊന്നുമില്ല, കാലിൽ സൂചി കുത്തി പോകുന്ന മുറിവല്ലാതെ അത് 4-5 മണിക്കൂർ കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാം, വേറെ ഒരു മുറിവ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് അഡ്വാൻറ്റേജ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴ് ഹൃദയത്തിൻ്റെ താഴത്തെ അറയിൽ കറണ്ട് കൊടുക്കുന്ന രീതിയിലാണ് ലീഡ്ലെസ് പേസ് മേക്കറുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ. മേലത്തെ അറയിൽ ഇന്ന് വരുന്ന ഈ ഹാർട്ട് പമ്പ് ചെയ്ത് വരുമ്പോൾ അത് സെൻസ് ചെയ്തിട്ട് ഒരു ഏകദേശം ഡുവൽ ചേമ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ശേഷി അതിൻ്റെ നെക്സ്റ്റ് ജനറേഷനുണ്ട്. പക്ഷേ എങ്കിൽ പോലും മേലത്തറയിൽ പേസ് ചെയ്യാൻ അതിന് ശേഷിയില്ല. മേലത്തറയിൽ പേസ് ചെയ്യാൻ ശേഷിയുള്ള ലീഡ്ലെസ് പേസ് മേക്കറും ഈ വർഷത്തോടെ ഇന്ത്യയിലെത്തും. അതിനും ഡേറ്റ വരണം. മേലത്തറയിൽ നമ്മളൊരു മെഷീൻ സ്ഥാപിക്കുന്നുണ്ട്, ഒരു വയർ പോലെയല്ല, ഒരു ചെറിയ ബാറ്ററി സ്ഥാപിക്കുമ്പോൾ മേലത്തറയിൽ താളവ്യതിയാനങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഫോളോ അപ്പ് ഡേറ്റ വേണം. പക്ഷേ അസ് ഓഫ് നൗ ഇറ്റ് ഈസ് ഡൂയിങ് വെൽ എന്നാണ് നമ്മുടെ ഒരു ധാരണ. അപ്പം ഫ്യൂച്ചർ ഈ ലീഡ്ലെസ് പേസ് മേക്കർ ആവാം ഒരു സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് ആൾക്കാരിൽ. പക്ഷേ എല്ലാവർക്കും ലീഡ്ലെസ് പേസ് മേക്കർ അല്ല ഇപ്പോഴത്തെ ഗൈഡ് ലൈൻ സജസ്റ്റ് ചെയ്യുന്നത്. ഫേസ് സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു പ്രോബ്ലം കൂടെ ഉള്ളത്, ലീഡ്ലെസ് പേസ് മേക്കറിന് നമ്മുടെ സാധാരണ പേസ് മേക്കർ സിംഗിൾ ചേമ്പറിന് 1 മുതൽ 2 ലക്ഷം രൂപ വരെയാവും. ഡുവൽ ചേമ്പറിന് 2 മുതൽ 4 ലക്ഷം രൂപ വരെ ചിലവ് വരാം. ഈ ലീഡ്ലെസ് പേസ് മേക്കറിന് ഇപ്പോഴ് 10 മുതൽ 12 ലക്ഷം രൂപ വരെ ചിലവുണ്ട്. അപ്പം ഏകദേശം 3-4 ഇരട്ടിയാണ് കോസ്റ്റ് ഉള്ളത്. കറണ്ട് ഡിവൈസസിന് പ്രത്യേകിച്ച് ടെക്നിക്കലി ഒരു പ്രോബ്ലവും ഇല്ല. അതിനേക്കാൾ കുറച്ചുകൂടി ഇൻഫീരിയർ ആയ ഒരു ടെക്നോളജിയാണ് ഇപ്പം അസ് ഓഫ് നൗ നമ്മുടെ മാർക്കറ്റിലുള്ള ലീഡ്ലെസ് പേസ് മേക്കർ. പക്ഷേ ഫ്യൂച്ചർ അതിൻ്റെയാണ്. ഈ പറഞ്ഞ പോലെ ഒരു മേജർ സർജറി സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് ആൾക്കാരിൽ മാറ്റാൻ പറ്റും. ഇപ്പം ലീഡ്ലെസ്സിൻ്റെ ബാറ്ററി എടുത്ത് മാറ്റാനുള്ള സൗകര്യമുള്ള പേസ് മേക്കറും വന്നെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഒത്തിരി എണ്ണം അകത്തിടുമ്പം ഹാർട്ടിനുള്ളിൽ സ്ഥലമില്ലാതായി പോകുന്ന പ്രശ്നം ഒഴിവാകും. ഒരെണ്ണം എടുത്ത് മാറ്റിയതിന് ശേഷം അടുത്തിടാൻ പറ്റിയേക്കും. ഇതൊക്കെ ഫ്യൂച്ചറിൽ വരുന്നതാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ മെജോറിറ്റി ആൾക്കാർക്കും മേ ബി 99% നമ്മുടെ പ്രാക്ടീസിൽ ലീഡിൽ ഉള്ള പേസ് മേക്കർ തന്നെയാണ് ഇടുന്നത്.
മറ്റ് എന്തുകൊണ്ടാണ് സ്ഥിരമായി ഇടാത്തതെന്നുള്ളതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഈ പേസ് മേക്കർ വെച്ച പേഷ്യൻസിനുണ്ടല്ലോ, അവർക്ക് ഈ സെൻസർ ഡിറ്റക്ടേഴ്സ് ഇല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് ആണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ഇതിൻ്റെ വളരെ ക്രോസ് പ്രോക്സിമിറ്റിയിൽ തൊട്ടടുത്ത് വരുവാണെങ്കിൽ ഇതിലെ കറണ്ട് ഫ്ലോയെ ബാധിക്കാം എന്നുള്ളത് ഇതൊരു പരിധിവരെ ശരിയാണ്. പഴയകാല യൂണിപ്പോളാർ എന്ന് പറയുന്ന പേസ് മേക്കറിലാണ് ഈ പേസിങ് ഒരു 30-40 വർഷം മുമ്പ് തുടങ്ങുന്നത്. അതിന് ഈ ഇൻ്റർഫിയറൻസ് വരാനുള്ള ഒരു ഏരിയ കുറച്ച് വലുതായിരുന്നു. ആ സമയത്ത് നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഒരു 30 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ ഒക്കെ ദൂരെ പിടിക്കാനുള്ള റെക്കമെൻഡേഷൻ വന്നേനെ. പക്ഷേ മൊബൈൽ ഫോൺ എത്തിയപ്പോഴത്തേക്ക് യൂണിപോളറെല്ലാം ബൈപോളറായി. അപ്പോൾ ഒരു 15 സെൻറ്റിമീറ്റർ ദൂരെ മൊബൈൽ ഫോൺ പിടിക്കാനാണ് പറയാം. ഇപ്പോൾ ഇടതുവശത്ത് നമ്മുടെ ഷോൾഡർ അവിടെയാണ് ബാറ്ററി സ്ഥാപിച്ചതെങ്കിൽ ഷർട്ടിൻ്റെ പോക്കറ്റിൽ മൊബൈൽ ഫോൺ ഇടരുത്. പക്ഷേ റൈറ്റ് ഇയർ ഉപയോഗിക്കാം. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഒരു 15 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഇടാനാണ് പറയുന്നത് മൊബൈൽ ഫോൺ. ഇനി നമ്മുടെ ഇപ്പം മാഡം ചോദിച്ച പോലെ ഈ മാളുകളിലുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അത് ഒഴിവാക്കാനാണ് പറയുക. ഇപ്പം നമ്മൾ സെൻസേഴ്സ് ഉണ്ടല്ലോ, ഇതിനകത്ത് നമ്മുടെ ഒരു കാർഡ് തരും. ഇപ്പോൾ മാളുകൾ വളരെ പവർഫുൾ അല്ല, പക്ഷെ പ്രധാനമായിട്ടും എയർപോർട്ടുകളിലൊക്കെ ഉള്ള സ്കാനേഴ്സ് ഉണ്ടല്ലോ, അത് ക്യാൻ പൊട്ടൻഷ്യലി ഈ പേസ് മേക്കറിൻ്റെ ഫംഗ്ഷനുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാം. അപ്പോൾ ഈ പേസ് മേക്കറിൻ്റെ കാർഡ് കാണിച്ചാൽ അവരെ അല്ലാതെ മാനുവലായിട്ട് ചെക്ക് ചെയ്യുന്നതിലോട്ട് പോവുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെയ്യുന്നത്. അതൊന്ന് സൂക്ഷിക്കുക. പിന്നെ നമ്മൾ ജനറലി കൊടുക്കാവുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഇലക്ട്രിക്കൽ അപ്ലയൻസസിലൊന്നും തൊടുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല. ഹൈ ടെൻഷൻ ലൈൻസ് ഉണ്ടല്ലോ, ട്രാൻസ്ഫോമേഴ്സ്, 11 kV ലൈൻ, ഇതിനോടൊക്കെ 2 meters അല്ലെങ്കിൽ ഒരു 6 അടിയിലധികം 180 സെൻറ്റിമീറ്റർ ടു 2 meters ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറയും. അതിനെല്ലാം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശേഷി പുതിയ പേസ് മേക്കേഴ്സിന് ആണ്. ബൈപോളാർ എന്ന് പറയുന്നത്. പഴയ യൂണിപോളറിനേക്കാൾ ഇതിന് ഇൻഡിഫറൻസ് കുറവാണ്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ലീഡ്ലെസ് പേസ് മേക്കറിന് ഇൻഡിഫറൻസ് സാധ്യത കുറവാണ് കുറച്ചുകൂടെ. പക്ഷേ ഈ പറഞ്ഞ ഗൈഡ് ലൈൻസ് എല്ലാം അതിനും അസ് ഓഫ് നോ ആപ്ലിക്കബിൾ ആണ്. അതായത് ഞാൻ ഈ പറഞ്ഞ 15 സെൻറ്റിമീറ്റർ മൊബൈൽ ഫോണും പിന്നെ 2 meters ഫ്രം ഹൈ ടെൻഷൻ ലൈൻസ് എന്നുള്ളത് സർക്യൂട്ട്, ഓരോ വയറും ബാറ്ററിയും ഈ കണക്ട് ചെയ്യുന്നുള്ള ഏരിയയിലുള്ള സർക്യൂട്ടിലാണ് ഇൻഡിഫറൻസ് വരുന്നത്. ഇത് ചെറുതാവും തോറും ലീഡ്ലെസ്സിലേക്ക് വളരെ ചെറുതാണ്. അപ്പോൾ സർക്യൂട്ട് ചെറുതാണ്, അപ്പോൾ ആ ഇൻഡിഫറൻസ് സാധ്യത കുറയും. പിന്നെ അതിനോടൊപ്പം തന്നെ പേഷ്യൻസിന് ചിലപ്പോൾ MRI സ്കാൻ എടുക്കേണ്ടി വരും. MRIയും നമ്മുടെ പേസ് മേക്കറുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാം. ഇപ്പോൾ ഏറ്റവും പുതിയ ജനറേഷൻ MRI കമ്പാറ്റബിൾ ആയിട്ടുള്ള പേസ് മേക്കേഴ്സ് വരുന്നുണ്ട്. അത് തന്നെയും അവർ ഉപയോഗിക്കുന്ന വേർഡ് കണ്ടീഷണൽ എന്നാണ്. എന്ന് വെച്ചാൽ എല്ലാ MRIയും എടുക്കാമെന്നല്ല, ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ 1.5 Tesla 2 Tesla എന്നൊക്കെ പറഞ്ഞ MRI മെഷീൻ്റെ ശക്തിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ വരുന്ന MRI എടുക്കാൻ പറ്റും. അത് തന്നെ എവിടെ എടുക്കുന്നുള്ളൂ. ഇപ്പം ബ്രെയിൻ്റെ ഒരു MRI എടുക്കാൻ പലപ്പോഴും ഹാർട്ട് ഇൻ്റർഫിയർ ചെയ്യില്ല. പക്ഷേ ഒരു കാർഡിയക് MRI ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രിക്കോഷൻ എടുക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ ഒരു MRI CT എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല കേട്ടോ. എക്സ്റേ CT എടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. പല അസുഖങ്ങൾക്കും CT മതിയാവും. MRI എടുക്കേണ്ടി വരുവാണെങ്കിൽ മാത്രമേ പേസ് മേക്കർ ഇൻ്റർഫിയർ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് ആ MRI സേഫ് ആണോ വേറെന്നൊന്ന് നോക്കുക. അല്ലെങ്കിൽ MRI ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ, CT എടുത്താൽ മതിയോ എന്നൊന്ന് ഫൈനലൈസ് ചെയ്യുക. ഇത് MRI വേണം, അത് അത്യാവശ്യമാണെന്ന് ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ഈ പേസ് മേക്കറിനെ ഒരു പെർട്ടിക്കുലർ MRIയുടെ ഒരു വലിയ ഇഫക്റ്റ് വരാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു മോഡിലോട്ടാക്കാൻ പറ്റും. ഇൻ്റർഫിയറൻസ് മിനിമം ആവുന്ന രീതിയിൽ പേഷ്യൻറ്റിന് ആ പേസ് മേക്കറിന് എത്രത്തോളം അത്യാവശ്യമാണെന്നുള്ളതുകൂടെ നോക്കിയിട്ടായിരിക്കും ഈ മോഡ് ചേഞ്ച് ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ പേഷ്യൻറ്റ് വല്ലപ്പോഴും ഹാർട്ട് ബീറ്റ് കുറയുന്ന പ്രശ്നമാണെങ്കിൽ പലപ്പോഴും പേസ് മേക്കർ ഇച്ചിരി നേരത്തേക്ക് ഒരു ഇൻ്റർഫിയറൻസ് വന്നെന്ന് വിചാരിച്ച പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷേ പേഷ്യൻ്റെ ലൈഫ് തന്നെ പേസ് മേക്കറിലാണെങ്കിൽ നമുക്കത് കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ MRI എടുക്കേണ്ടി വരുന്ന സാഹചര്യം ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണം അതിനകത്ത് ചേഞ്ചസ് വരുത്താൻ. MRI പുതിയ ഡിവൈസസ് MRI എടുക്കാൻ പറ്റേണ്ടതാണ്, പക്ഷേ അതൊരു അസസ്മെൻറ്റിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ ഏത് തരം MRI ആണെന്നുള്ളത്. ഇനി വരുന്ന ഒരു സാഹചര്യം, പേസ് മേക്കർ ഇട്ടൊരു പേഷ്യൻ്റ് സർജറിക്ക് പോവാണ്. അപ്പോൾ സർജറിയിലും ബ്ലീഡിങ് നിർത്താനൊക്കെ നമ്മൾ കോട്ടറി എന്ന് പറഞ്ഞ് ഒരു ഉപയോഗിക്കാറുണ്ട്. അതായത് ബ്ലീഡിങ് നിർത്തുന്നത് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുന്നത്. ഈ കോട്ടറി തന്നെ യൂണിപോളാറും ബൈപോളാറും ഉണ്ട്. യൂണിപോളാർ എന്ന് പറയുന്ന കോട്ടറി ആണെങ്കിൽ ഇത് പേസ് മേക്കറിൻ്റെ പ്രവർത്തനമായിട്ട് ഇൻ്റർഫിയറൻസ് വരാം. അങ്ങനെയുള്ള സാഹചര്യത്തിലും നമ്മൾ ഈ പേസ് മേക്കർ സെൻസിങ് ഫംഗ്ഷൻ, അതായത് ഇത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഡിസേബിൾ ചെയ്യും. VO എന്നാണ് അതിൻ്റെ ടെക്നിക്കൽ വേർഡൊക്കെ. അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടാൽ പേസ് മേക്കർ സർജറിക്ക് മുമ്പ് നമ്മളൊരു പേസ് മേക്കറിൻ്റെ സെറ്റിങ്സിൽ ചേഞ്ച് ചെയ്തിരുത്തേണ്ടി വരും. വൺസ് നമ്മൾ പേസ് മേക്കർ ബോഡിയിൽ നമ്മൾ വെക്കുവാണെങ്കിൽ അതിനുശേഷം എന്ത് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ബെറ്റർ ഓപ്ഷൻ നമ്മൾ ഒരു സാധാരണ ചികിത്സ, ഇപ്പോൾ പനിക്ക് മരുന്ന് കഴിക്കുന്നു, അതൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ഈ പറഞ്ഞ പെർട്ടിക്കുലർ സർജിക്കലി ഒരു മേജർ സർജറിക്ക് പോവുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് പേസ് മേക്കറിൻ്റെ സെറ്റിങ്സിൽ അതനുസരിച്ചിട്ടുള്ള എന്ത് തരം സർജറിയാണ്, കോട്ടറി വേണ്ടതാണോ എന്ന് നോക്കിയിട്ട് തീരുമാനിക്കണം. ഇപ്പോൾ പേഷ്യൻറ്റിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേസ് മേക്കറിൻ്റെ ആവശ്യം വല്ലപ്പോഴേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വലിയ പ്രോബ്ലം ഒന്നും സർജറി സമയത്ത് വരണമെന്നില്ല. പക്ഷേ പേസിങ് ഡിപ്പെൻഡൻറ്റ് പേഷ്യൻ്റ് ആണെങ്കിൽ വേണ്ടി വരും.
സോ നമ്മളിപ്പോൾ ഈ പേസ് മേക്കർ വെച്ച് വൺസ് വെച്ചതിന് ശേഷം അവർക്കൊരു നോർമൽ ലൈഫിലേക്ക് വരാൻ എത്ര റിക്കവറി ടൈം എടുക്കും? അതേപോലെ തന്നെ ഇപ്പോൾ ഈ നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളായിരിക്കും, മേ ബി അത്ലറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ജോലിയുള്ള ആളായിരിക്കും. അപ്പോൾ ഇവർക്ക് വൺസ് പേസ് മേക്കർ നമ്മൾ ബോഡിയിൽ വെച്ച ശേഷം പിന്നീട് ഇവർക്ക് നോർമൽ ഒരു ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ? സാധ്യമാണോ? നമ്മൾ പേസ് മേക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അദ്ദേഹത്തെ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഹൃദയമിടിപ്പ് കൂട്ടാൻ അധികം മരുന്നുകളില്ല. അതുകൊണ്ടാണ് നമുക്ക് പേസ് മേക്കർ എന്ന് പറഞ്ഞൊരു ഉപകരണം വെക്കേണ്ടി വരുന്നത്. പക്ഷേ അത് വെച്ചു എന്ന് വിചാരിച്ച് അതോടെ ലൈഫ് പ്രശ്നമായി എന്നുള്ളതല്ല. പേസ് മേക്കർ വെച്ച ഒരാൾക്ക് നോർമൽ ലൈഫ് ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇപ്പം മേലത്തെ അറയിലൊരു പേസ് മേക്കർ വെച്ചു എന്ന് വിചാരിച്ചോ, താഴത്തെ അറയിലൊരു പേസ് മേക്കർ വെച്ച് ഹൃദയമിടിപ്പ് കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ വെച്ചു എന്ന് വിചാരിച്ച് ഒരു പ്രശ്നം വരത്തില്ല. ഇപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ പുതിയ പേസ് മേക്കറുകളിൽ അത് മൂവ്മെൻറ്റും നമ്മുടെ റെസ്പിറേഷനും, അതായത് ബ്രീത്തിങ്ങും നമ്മുടെ ശ്വാസോച്ഛ്വാസവും എല്ലാം കറക്റ്റ് ഈ സെൻസ് ചെയ്തിട്ട് തനിയെ ഹൃദയമിടിപ്പ് കൂട്ടാൻ ശേഷിയുള്ള പേസ് മേക്കറുകളാണ് പുതിയതെല്ലാം. റേറ്റ് റെസ്പോൺസീവ് എന്നൊക്കെ പറയും. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഹാർട്ട് ബീറ്റ് കൂട്ടാനുള്ള ശേഷിയും പേസ് മേക്കറിനുണ്ട്. അപ്പോൾ ഒരു 50-60 റേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്താലും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇത് ഹാർട്ട് റേറ്റ് കൂട്ടാനുള്ള ശേഷി 130-150 മെഷീൻ തന്നെ ആക്കിക്കോളും. അപ്പോൾ ഒരു അത്ലറ്റിക് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നതിന് സാധാരണ ഇതിലൊരു പ്രശ്നവും ഇല്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇനി പ്രോബ്ലം ഉള്ള ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സബ്സെറ്റും ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ സാധാരണ പേസ് മേക്കറുകളല്ലാതെ ICD പറഞ്ഞല്ലോ, താളം തെറ്റി ഇടിക്കുന്ന അസുഖമുള്ളവർ, ഇനി CRT പറഞ്ഞല്ലോ, ഹാർട്ടിൻ്റെ പമ്പിങ് കുറവുള്ളവർ, പമ്പിങ് കൂട്ടാനാണ്. അവർക്ക് നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാമെന്നല്ല പറയുന്നത്. അത് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടറോട് നോക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പം ICD വയ്ക്കുന്ന വെന്റിക്കുലേറ്റർ കിഗാഡി എന്ന് പറയുന്ന താഴെത്തറയിൽ നിന്ന് വരുന്ന നെഞ്ചിടിപ്പ് വരുന്ന ചിലർക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ താളം തെറ്റി ഇടിക്കുന്ന കണ്ടീഷനായിരിക്കാം. CPVT എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അത് എക്സസൈസ് നമ്മൾ അബ്സല്യൂട്ട്ലി ഒഴിവാക്കാനാണ് പറയുക. കാര്യം വരുന്ന നെഞ്ചെടുപ്പിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ പേസ് മേക്കർ ICDക്ക് പറ്റുള്ളൂ, വരാതെ നോക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എക്സസൈസ് ഒഴിവാക്കാൻ പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. CRT ആണെങ്കിൽ പമ്പിങ് ഒരു 35% EF എന്ന് പറയും, ആ ഒരു നമ്പറാണ്. അതിൽ താഴെ ഉള്ളവർക്കാണ് ചെയ്യുന്നത്. അവർ മെഷീൻ ഇട്ട് ഇമ്പ്രൂവ് ആയി 50-ക്കൊക്കെ മേലെ എത്തുവാണെങ്കിൽ റീസണബിളി അവർക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് നമ്മൾ ഒരു ഡോക്ടറുടെ ഒരു മേൽനോട്ടത്തിലുള്ളത് മാത്രമേ ഒരു എക്സസൈസിലോട്ട് പോകാൻ പാടുള്ളൂ. കാര്യം അവരുടെ പ്രൈമറി പ്രോബ്ലം ഹാർട്ട് ഫെയിലർ ആയിരുന്നു, അതായത് ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുന്ന പ്രശ്നമായിരുന്നു. അപ്പോൾ എല്ലാ പേസ് മേക്കറുകളും എല്ലാ ആക്ടിവിറ്റീസിലോട്ടും കൊണ്ടുവരിക എന്നുള്ളതല്ല. CRT ICD വേറൊരു സബ്സെറ്റാണ്. സാധാരണ ഹൃദയമിടിപ്പ് കുറയുന്ന പേസ് മേക്കറുകൾക്ക് അവർക്ക് നോർമൽ ആക്ടിവിറ്റീസിലോട്ട് ഡെഫിനറ്റ്ലി പോകാൻ പറ്റും. അവർക്കൊരു നോർമൽ ലൈഫിൽ ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. പേസ് മേക്കർ വെച്ചിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഡ്രൈവിങ്ങും അതുപോലെ ഹൗസ് ഹോൾഡ് കോഴ്സും ഒക്കെ, അതായത് വീട്ടില് കാര്യങ്ങൾ, ജോലികൾ, നോർമൽ വർക്ക് ലൈഫിലോട്ടേക്ക് എല്ലാം തിരിച്ചു പോകാൻ പറ്റും. തീർച്ചയായിട്ടും ഡ്രൈവ് ചെയ്യുന്നതിനോ വീട്ടിലെ സാധാരണ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനോ ഒന്നും ഒരു റെസ്ട്രിക്ഷനും പേസ് മേക്കർ കൊണ്ടില്ല. സാധാരണ പേസ് മേക്കർ കൊണ്ട് ഡെഫിനറ്റ്ലി ഇല്ല. ഇപ്പോൾ നമ്മുടെ AI അതേപോലെ സ്മാർട്ട് പേസ് മേക്കേഴ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പം നിലവിലുണ്ട്. അപ്പം സോ നമുക്ക് വണ്ടി ഇത് എന്തെങ്കിലും ഒരു ഹാക്കിങ് പോലുള്ള സംഭവങ്ങളിലേക്ക് ഇത് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ലൈക്ക് അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. പേസ് മേക്കറുകളിൽ കോമൺലി നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കോമൺലി ഉള്ളത് ബ്ലൂടൂത്ത് ഇനേബിൾഡ് ആയിട്ടുള്ള പേസ് മേക്കറാണ്. ഇതില്ലാത്ത പേസ് മേക്കറും ഉണ്ട്. പക്ഷേ ഇല്ല എന്ന് വിചാരിച്ച ആ പേസ് മേക്കറുകൾ ഇൻഫീരിയർ അല്ല. എല്ലാ മെഡിക്കൽ സംഭവങ്ങളും ഈവൻ നോർമൽ പേസ് മേക്കറിൽ ഉണ്ടെങ്കിൽ മാത്രമേ അപ്രൂവൽ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക് പേസ് മേക്കർ പോലും ലൈഫ് സേവിങ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നോർമലി നടക്കും. ഈ അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അതായത് ബ്ലൂടൂത്ത്, റിമോട്ട് മോണിറ്ററിംഗ് എന്ന് പറയും, ഹോം മോണിറ്ററിംഗ്, ഇതെല്ലാം ചെയ്യാൻ പറ്റും. അത് വൈഫൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു അഡീഷണൽ ഡിവൈസ് ഇവിടെ വേണം. ഇതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജീസാണ്. ഇതിന് ഗുണങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ കുറച്ച് ദോഷങ്ങളുമുണ്ട്. ഗുണങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ വളരെ സിക്കായിട്ടുള്ളൊരു പേഷ്യൻറ്റിനെ, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ സാധാരണ പേസ് മേക്കർ വയ്ക്കുന്ന ഒരാൾക്ക് വളരെ ക്ലോസ് മോണിറ്ററിങ്ങിൻ്റെ ഒന്നും ആവശ്യം സാധാരണഗതിയിലില്ല. പക്ഷേ ഈ ഡീഫിബ്രിലേഷൻ വേണ്ടി വരുന്ന ഹാർട്ട് ഫെയിലർ ഉള്ള പേഷ്യൻസിനൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് മോണിറ്ററിങ് വേണ്ടി വരും. 3 months 6 months എന്നുള്ള ഇൻ്റർവെൽ പോലും നീണ്ട കാലയളവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ റിമോട്ട് മോണിറ്ററിങ് യൂസ്ഫുൾ ആണ്. അപ്പം നമ്മുടെ ഡേറ്റ തന്നെ ഒരു ഡേറ്റ സെൻറ്ററിലോട്ട് വൈഫൈ കണക്റ്റഡ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴി ഫോണിലേക്ക് നമുക്ക് ഡേറ്റ കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് തന്നെ മോണിറ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് അത് മോണിറ്റർ ചെയ്യാനുള്ള ഇത് കൊടുക്കാം. ഈ രണ്ടും ഓപ്ഷൻസ് നമ്മുടെ പേസ് മേക്കറിൽ ഇപ്പോൾ ഉണ്ട് ടെക്നോളജി വെച്ച്. നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനും പറ്റും. അതാണ് അതിനകത്ത് റിസ്ക്. അതിലോട്ടാണ് വരുന്നത്. അതിനകത്തോടെ സിനിമയിൽ CBI സിനിമയിൽ കാണുന്ന പോലെ ദാറ്റ് ഈസ് പൊട്ടൻഷ്യലി പോസിബിൾ. പക്ഷേ ഇത് എല്ലാവർക്കും ഇതിൻ്റെ ആക്സസ് കിട്ടുന്നില്ലല്ലോ. അതിനെല്ലാം കുറേ നിയന്ത്രണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ നാട്ടിൽ ഈ ടെക്നോളജി അവൈലബിൾ ആണെങ്കിലും അത്
അധികം പ്രാവർത്തികമായി കാണാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ റിമോട്ട് മോണിറ്ററിങ് ഒരു തേർഡ് പാർട്ടിയാണല്ലോ ഏൽപ്പിക്കുന്നത്. അതൊരു യൂഷ്വലി ആ പേസ് മേക്കർ കമ്പനിയുടെ ഒരു ഇതായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവർ ഇത് എന്തെങ്കിലും ഈവൻ്റ് ഉണ്ടാവുകയാണോ എന്ന് മോണിറ്റർ ചെയ്യും. അപ്പോൾ തന്നെ ഫിസിഷ്യനെ അറിയിക്കും. ആ ഫിസിഷ്യൻ അപ്പോൾ അതിന് ഒരു റെമഡിയൽ ആക്ഷൻ പേഷ്യൻറ്റിന് കൺവേ ചെയ്യും. ഇതൊക്കെയാണ് അതിൽ നടക്കേണ്ടത് ഐഡിയൽ. പക്ഷേ ഇതിലേതെങ്കിലും ഒരു ഡിലേ അത് കണ്ടുപിടിക്കുന്നതിലോ കണ്ടുപിടിച്ചിട്ട് ഫിസിഷ്യനെ അറിയിച്ചിട്ട് അതൊരു ആക്ടിവിറ്റി എന്താ അതിൻ്റെ പരിഹാരം കണ്ടെത്താനോ ഡിലേ വരുവാണെങ്കിൽ ഇതിന് മെഡിക്കോ ലീഗൽ ആര് റെസ്പോൺസിബിലിറ്റി എടുക്കും എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിയമങ്ങളൊന്നുമില്ല. വിദേശ രാജ്യങ്ങളിലും ഇതൊന്നും ക്ലിയർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടാണ് ഈ റിമോട്ട് മോണിറ്ററിങ്ങിന് വേണ്ടി എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ ചാർജും ഓരോ വർഷവും ഈ മോണിറ്റർ ചെയ്യുന്നതിന് പേസ് മേക്കറിൻ്റെ ചിലവിന് പുറമെ ഈ മോണിറ്ററിങ് ഏജൻസി ഈടാക്കാറുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു കോസ്റ്റ്ലി ഇതാണ് മോണിറ്ററിങ്. നമ്മുടെ നാട്ടിൽ അത്ര പ്രാവർത്തികമല്ല ആ ചിലവിൽ സബ്സ്ക്രിപ്ഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ളത്. പക്ഷേ ബ്ലൂടൂത്ത് നമ്മുടെ ഫോണിലോ ഒക്കെ ചെയ്യാവുന്നത് കുറച്ചുകൂടെ അതിന് ചിലവും സബ്സ്ക്രിപ്ഷനൊന്നും വേണ്ടതല്ല. ബ്ലൂടൂത്ത് ഞാൻ ഹോം മോണിറ്ററിങ്ങിനെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ബ്ലൂടൂത്ത് പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതൊന്നും ഒരു കുറേ കൂടെ നമുക്ക് ഡേറ്റ നല്ലതാണ്. പക്ഷേ ടു മച്ച് ഓഫ് ഡേറ്റ പേഷ്യൻ്റ് ബിക്കം ന്യൂറോട്ടിക്. ഇതെല്ലാം ഡേറ്റ നോക്കിയിട്ട് ഓരോ തവണയും ഇൻ ജനറൽ ഞാൻ ഇങ്ങനെയുള്ള ബ്ലൂടൂത്ത് ടെക്നോളജി അല്ലെങ്കിൽ ഹോം മോണിറ്ററിങ് ഉള്ള ഡിവൈസസ് കഴിയുന്നത്ര ഒഴിവാക്കുകയാണ്. ഒന്ന് കോസ്റ്റ് വളരെ കൂടും ഡിവൈസസിൻ്റെ. അഥവാ യൂസ് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും ഡിസേബിൾഡ് ആയിട്ടാണ് ഞാൻ പ്രാക്ടിക്കലി ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ബ്ലൂടൂത്ത് ഏബിൾ ആയിട്ടുള്ള പേസ് മേക്കറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ അധികം എൻകറേജ് ചെയ്യുന്നില്ല. മെഡിക്കൽ നമ്മുടെ നാട്ടിൽ ഒരു ഡോക്ടറെ കണ്ട് ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിൽ മോണിറ്റർ ചെയ്ത് പോകാനാണ് ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്നത്. വേറൊരു ഡോക്ടർക്ക് എതിരഭിപ്രായം ഉണ്ടാവാം. പക്ഷേ ഞാൻ പേഴ്സണലി ഇതൊന്നും ഇല്ലാത്തൊരു ഡിവൈസ് ഷുഡ് ബി ഫൈൻ എന്നാണ് കരുതുന്നത്. സർ, നമ്മൾ ഈ പേസ് മേക്കേഴ്സ് നമ്മൾ യൂഷ്വലി കേട്ട് വരാറുള്ളത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് പേസ് മേക്കർ വെച്ച് കൂടുതലും കേൾക്കാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഏജ് സ്പെസിഫിസിറ്റി ഇതിനുണ്ടോ? അങ്ങനെയില്ല. ഇത് പറഞ്ഞത് ശരിയാണ്. കൂടുതൽ ഈ പേസ് മേക്കറിൻ്റെ ആവശ്യം നമ്മൾ കറണ്ട് കേബിളിൻ്റെ ഡീജനറേഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് പ്രായം കൂടുമ്പോഴാണ്. ഇപ്പോൾ 70-80 വയസ്സിലൊക്കെയാണ് കൂടുതൽ കോമൺ ആയിട്ട് വരുന്നത്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ ജനിച്ചു വീഴുന്ന കുട്ടികൾക്കും കൺജനിറ്റൽ ഹാർട്ട് ബ്ലോക്സ് എന്നാണ് പറയുന്നത്, അവർക്കും പേസിങ്ങിൻ്റെ ആവശ്യം വരാം. മറ്റേതുമായിട്ട് നോക്കുമ്പോൾ എണ്ണം കുറവാണ്. പക്ഷേ കുട്ടികളിൽ ജനിച്ച ന്യൂ ബോൺ പീരീഡിൽ തന്നെ പലപ്പോഴും പേസ് മേക്കർ വേണ്ടി വരാം. പക്ഷേ അതിൽ കുറച്ച് നമുക്ക് കോംപ്ലക്സിറ്റീസ് ഉണ്ട് കുട്ടികളിൽ പേസ് മേക്കർ ഇടുന്നതിന്. ഒന്ന്, അവരുടെ സൈസ് വളരെ ചെറുതാണ്. ഈ മുറിവുണ്ടാക്കി ബാറ്ററി സ്ഥാപിക്കാനുള്ള സ്ഥലം പലപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സർജിക്കലി ഉള്ളിൽ എപ്പിക്കാർഡിയൽ എന്ന് പറയും, അബ്ഡോമിനിലോ ഒക്കെയാണ് യൂഷ്വലി ബാറ്ററി സ്ഥാപിച്ചിട്ട് ഹാർട്ടിൻ്റെ പുറമേ വെയിൻ വഴി പോകാനുള്ള സ്ഥലവും പലപ്പോഴും ചെറിയ കുട്ടികളുണ്ടാവില്ല. അപ്പോൾ ഹാർട്ടിന് പുറമേ കണക്ട് ചെയ്യുന്ന വയർ എപ്പിക്കാർഡിയൽ എന്ന് പറയും. ഇപ്പം നമ്മളിതുവരെ ചെയ്തതല്ല എൻഡോകാർഡ് ഹാർട്ടിൻ്റെ ഉള്ളിലാണ് പേസിങ് വയർ ചെയ്യുന്നത്. വെയിൻസ് വഴി ഹാർട്ടിന് പുറമേ സ്ഥാപിക്കുന്ന പേസ് മേക്കറാണ് കുട്ടികൾ കോമൺ ആയിട്ട് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഒരു വലിയതായി കഴിഞ്ഞാൽ ഒരു ബാറ്ററി നമുക്ക് പുറമേ സ്ഥാപിക്കാം. അല്ലെങ്കിൽ വെയിൻ വഴി പോകാനുള്ള ഒരു വളർച്ച വെയിനുകൾക്ക്, ഞരമ്പുകൾക്ക്, രക്തം പോകുന്ന കൊള്ളികൾക്കുണ്ടായാൽ നമുക്ക് എൻഡോകാർഡിൽ പേസ് മേക്കറിലോട്ട് പിന്നെ ഫോളോ അപ്പിൽ മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും ചെറിയ ഡിവൈസ് ആയിരിക്കും പലപ്പോഴും പറ്റുക. ഞാനീ പറഞ്ഞ 3 ലീഡുള്ളതൊന്നും ചെറിയ കുട്ടികളിൽ പറ്റില്ല. അപ്പോൾ അതനുസരിച്ച് ഇനി ഇതുകൂടാതെ ICD നമ്മൾ പറഞ്ഞല്ലോ, ICDയും നമുക്ക് ഉള്ളിൽ വെയിൻ വഴി അല്ലാതെ ഹാർട്ടിന് പുറമേ വെക്കുന്ന ICDയും ഉണ്ട്. ഹാർട്ടിന് സബ്ക്യൂട്ടീനിയസ് ICD എന്ന് പറയുന്നത്. അതെനിക്കൊന്ന് നമുക്ക് വേറൊരു സാഹചര്യത്തിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പേസ് മേക്കർ പെട്ടെന്ന് എന്തെങ്കിലും സഡൻ ആയിട്ട് സ്റ്റോപ്പായിട്ട് മരണത്തിലേക്ക് പോകാൻ അങ്ങനത്തെ അങ്ങനെയുള്ള സാഹചര്യം വളരെ തിയറിറ്റിക്കലി പോസിബിൾ ആണെങ്കിലും അത് സാധാരണ സംഭവിക്കില്ല. കാര്യം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഫോളോ അപ്പ് ചെയ്യുന്നത്. 3 വീക്സ് തുടക്കത്തിലും പിന്നെ 3 മന്ത്സ് ഇയർലി ഫോളോ അപ്പിൽ ചെയ്യുന്നത്. ഈ ഓരോ ഫോളോ അപ്പിൽ കഴിയുമ്പോഴും നമുക്ക് എത്ര റിമൈനിങ് ബാറ്ററി ഉണ്ടെന്ന് അറിയാൻ പറ്റും, എത്ര വർഷം നിൽക്കും, അത് എത്ര നാൾ നിൽക്കും എന്നൊക്കെ. ഇത് കൂടാതെ ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടുന്ന സമയം ആകുമ്പോൾ അതിനകത്തൊരു ഇൻഡിക്കേഷൻ കാണിക്കും. അത് നമ്മൾ ഇൻട്രോ ചെക്ക് ചെയ്യുമ്പോഴറിയാം. അത് വന്നതിന് ശേഷം 2-3 മാസം ആ ബാറ്ററി യൂഷ്വലി വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബാറ്ററി മാറ്റാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ റെഗുലർ ചെക്കപ്പുകൾ ചെയ്യുന്നത് തന്നെ. ഇനി ഏതെങ്കിലും കാരണവശാൽ വളരെ ഹയർ കറണ്ട് എടുക്കുന്ന ഒരാൾക്ക്, നമ്മൾ ആദ്യം വെച്ചിരുന്ന കറണ്ട് സെറ്റിങ്ങിൽ നിന്നും ഹയർ കറണ്ട് കൊടുക്കേണ്ട ആളാണെങ്കിൽ ഈ പറഞ്ഞ കാലാവധിക്ക് മുമ്പും കുറച്ചുകൂടെ ഈ കുറഞ്ഞു വരാം. പക്ഷെ അങ്ങനെയുള്ള പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളതാണ് ഡോക്ടർമാരുടെ ജോലി. അവർ കണ്ടിട്ട് ആ ഇയർലി ചെക്കപ്പ് ചിലപ്പോൾ 3 മാസത്തിലൊരിക്കലോ മന്ത്ലി ഒക്കെ ആക്കും ടുവേർഡ്സ് ആ ഒരു പീരീഡ് ആകുമ്പോൾ. അതനുസരിച്ച് പിന്നെ ബാറ്ററി മാറ്റാവുന്നതാണ്. സഡനായിട്ട് നിന്ന് പോകാന്നുള്ളത് സാധാരണ ഇതിൽ നടക്കില്ല. സർ, നമ്മൾ ഇതിപ്പം പേസ് മേക്കർ ഫുൾ ബാറ്ററിയിലാണല്ലോ വർക്കാവുന്നത്. നമ്മൾ യൂഷ്വലി കേൾക്കാറുണ്ട് ഈ ബാറ്ററി പൊട്ടിത്തെറിക്കുക എന്നുള്ള കൂടുതൽ കാണുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലെ റീചാർജബിൾ ബാറ്ററികളിലാണ്. ഇത് അങ്ങനത്തെ ബാറ്ററി അല്ല, റീചാർജബിൾ ബാറ്ററി അല്ല ഇത്. ബാറ്ററി ഇത് തീരാറാകുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റണം. ഈ ബാറ്ററികൾ പൊട്ടിത്തെറിക്കില്ല. നല്ലവണ്ണം ഇൻകേസ്ഡാണ്, അത് പൊട്ടിത്തെറിക്കില്ല. അത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വരാവുന്ന ഒരു അപൂർവ സാഹചര്യം, ഒരു എക്സെപ്ഷനാണ്. നമ്മൾ പേസ് മേക്കർ സ്ഥാപിച്ച പേഷ്യൻറ്റിന് മരണപ്പെട്ടു പോയാൽ മറ്റു കാരണങ്ങളാൽ അദ്ദേഹത്തെ ക്രിമേഷന് കൊണ്ടുപോയാൽ, അത് തീ കത്തിക്കുന്ന ദഹിപ്പിക്കുന്ന ഇതിലോട്ട് പോവുകയാണെങ്കിൽ, തീയല്ലേ,
അങ്ങനെയുള്ളൊരു ഹൈ ടെമ്പറേച്ചറിൽ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ അതിന് മുമ്പ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ എടുത്ത ആൾക്കാരോട് മാറി നിൽക്കും. ഒരു ചെറിയ എക്സ്പ്ലോഷൻ ആയിരിക്കും, അല്ലാതെ മുഴുവൻ സിനിമയിൽ കാണുന്ന പോലെ പൊട്ടിത്തെറിക്കുകയൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഹൈ ടെമ്പറേച്ചർ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ വരാം, അതേ ഉള്ളൂ. അല്ലെങ്കിൽ നോർമൽ പേസ് മേക്കർ പൊട്ടിത്തെറിക്കില്ല. നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ പേസ് മേക്കർ വെച്ചിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ വെക്കാനായി ഇരിക്കുന്ന ആൾക്കാർക്കോ കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ട്? ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ബോധക്കേട് അല്ലെങ്കിൽ ക്ഷീണം, എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതിരിക്കുക. ഏറ്റവും ലഘുവായ ഒരു പരിശോധനയിൽ നമുക്ക് പലപ്പോഴും പേസ് മേക്കർ വേണോ വേണ്ടയോ തീരുമാനിക്കാൻ പറ്റും. അതായത് ഒരു ECG. അതെല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സിമ്പിൾ ടെസ്റ്റാണ്. സ്വയം ചികിത്സിക്കാതിരിക്കുക, ഒരു ECG എടുക്കുക. ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അടുത്തൊരു ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായി പരിശോധിച്ച് പേസ് മേക്കർ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. സ്വയം ചികിത്സിക്കരുത്. നമുക്ക് പേസ് മേക്കറിനെ കുറിച്ചും അതിൻ്റെ ഇൻഡെപ്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഷെയർ ചെയ്ത് തന്നതിന് ഒരുപാട് താങ്ക്സ്. നമ്മുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് സാർ എന്ന് പങ്കുവച്ചത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ അഭിലാഷ്, അവർ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ്. താങ്ക് യു.